നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നിയമത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന നിയമമാണ് DGP നിയമനത്തിലുണ്ടായതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഇപ്പോഴത്തെ നിയമന വിവാദം ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ള അജണ്ട മാത്രമാണെന്നും KK രാഗേഷ്. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 6 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. രഹസ്യവിവരത്തെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അത്യുഗ്രശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്നതിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിൽ നടന്നു. വിതരണം നടത്തിയത് 350-ലേറെ ഈ സൈക്കിളുകൾ. രണ്ടു മാസം കഴിഞ്ഞിട്ടും തലശ്ശേരി ലോഗൻസ് റോഡ് നവീകരണം പൂർത്തിയാക്കാനാവാത്തതിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമരരംഗത്ത്. കൂടുതൽ തൊഴിലാളികളെ നിയമിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് സമിതി. വാർത്തകൾ വിശദമായി. ഏത് കാര്യത്തിലും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ വേണ്ടി കഴിയണമെന്നതാണ് ഉദ്യോഗസ്ഥർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെൻറ് വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ അവലോകന യോഗത്തിന് സമാപനം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ തലത്തിൽ എടുക്കാൻ കഴിയുന്ന തീരുമാനം മറ്റേതെങ്കിലും തലത്തിലേക്ക് തട്ടിവിടൽ സാധാരണ രീതിയല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തീരുമാനം അതത് തലത്തിൽ എടുത്ത് പോവണം. ആ തീരുമാനം സർക്കാരിന് വേണ്ടിയുള്ളതാണ്. നിലവിലുള്ള നിയമവും ചട്ടവും പ്രകാരം എടുക്കുന്ന തീരുമാനമാണ്. അത്തരം തീരുമാനം എടുക്കുന്നതിന് കൃത്യമായ പരിരക്ഷയും സർക്കാരിൽ നിന്നും ഉണ്ടാകും. ആരും അതിൽ ശങ്കിച്ചു നിൽക്കാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 900ഓളം സേവനങ്ങളാണ് ഓൺലൈനാക്കിയത്. നല്ല വേഗത ഇതിലുണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, K കൃഷ്ണൻകുട്ടി, PA മുഹമ്മദ് റിയാസ്, MB രാജേഷ്, OR കേളു, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, ഡയറക്ടർമാർ, കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ K വിജയൻ, കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, വയനാട് കലക്ടർ GR മേഘശ്രീ, കാസർഗോഡ് കലക്ടർ K ഇൻബശേഖരൻ, 4 ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച യോഗം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അവസാനിച്ചത്. സംസ്ഥാന സർക്കാരിനെ പോലീസ് നിയമത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന നിയമനമാണ് DGP നിയമനത്തിൽ ഉണ്ടായതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഇപ്പോഴത്തെ നിയമന വിവാദം ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ള അജണ്ട മാത്രമാണെന്നും രാഗേഷ് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അങ്ങനെ ചുമതലയേറ്റ ഉടനെ തന്നെ എന്താണ് നാട്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ അറിയുന്നതിന് മുമ്പാണ് അദ്ദേഹം കൂത്തുപറമ്പിൽ എത്തിയിട്ടുള്ളത്. ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ സ്ഥലത്ത് ഉണ്ടായിട്ടുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ടാവും, അഭിപ്രായങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിയത് ജസ്റ്റിസ് K പത്മനാഭൻ നായർ കമ്മീഷനാണ്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഞാനിവിടെ വായിക്കുക. കമ്മീഷൻ എന്നുള്ള ഭാഗം ഞാൻ കോട്ട് ചെയ്യുകയാണ്. കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പിൻ്റെ മൂലകാരണം സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ച് കണ്ണൂർ DYSP ആയിരുന്ന ശ്രീ അബ്ദുൾ ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിൽ നടന്ന ഒഴിവാക്കാമായിരുന്ന ലാത്തിച്ചാർജാണ് വെടിവെപ്പിലേക്ക് വഴിവെച്ചത്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കലക്ടറുമായിരുന്ന ശ്രീ TT ആൻ്റണിക്ക് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിൽ നേരിട്ട വീഴ്ചയും വെടിവെപ്പിൽ അവസാനിപ്പിക്കുകയും വെടിവെപ്പിൽ 5 പേർ മരണപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിയായിട്ട് ഹക്കീം ബത്തേരിയെ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ പോലീസ് വെടിവെപ്പിന് ഉത്തരവാദിയായ വ്യക്തികൾ ആരാണ്? അന്വേഷണ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലെ 3ാമത്തെ ഐറ്റം അതായിരുന്നു. അതിലിങ്ങനെയാണ് പറയുന്നത്: മുൻ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ MV രാഘവൻ, അന്നത്തെ കണ്ണൂർ DYSP അബ്ദുൾ ഹക്കീം ബത്തേരി, മുൻ കണ്ണൂർ ഡെപ്യൂട്ടി കലക്ടർ TT ആൻ്റണി എന്നിവരാണ് പോലീസ് വെടിവെപ്പിന് ഉത്തരവാദികൾ എന്ന് കമ്മീഷൻ പറയുക.
കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത് പ്രകാരം രവത ചന്ദ്രശേഖറിനെതിരെ ആക്ഷേപമുണ്ടായിരുന്നുവെങ്കിലും പുതുതായി ചാർജ് എടുത്ത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അദ്ദേഹം ഗൂഢാലോചന നടത്തിയതായി കമ്മീഷൻ പറയുന്നില്ല. ഇപ്പോഴത്തെ നിയമന വിവാദം ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ള അജണ്ട മാത്രമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റം സമരത്തിന്റെ ആത്യന്തിക വിജയത്തിന്റെ ഭാഗമാണെന്നും കൂത്തുപറമ്പ് സമരത്തെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം വിലപ്പോവില്ലെന്നും കെ രാഗേഷ് പറഞ്ഞു. സമരത്തെ തുടർന്ന് ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. രവത ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടോടെ അതിന് പ്രസക്തിയില്ലാതായി. ഇത് ജനങ്ങൾ അംഗീകരിച്ചതാണെന്നും രാഗേഷ് പറഞ്ഞു. DGP നിയമനവുമായി ബന്ധപ്പെട്ട് കൂത്തുപറമ്പ് സമരത്തെക്കുറിച്ച് P. ജയരാജൻ പറഞ്ഞതായി ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശരിയല്ലെന്നും ജയരാജൻ അത്തരത്തിൽ പ്രസ്താവന നടത്തിയില്ലെന്നും കെ രാഗേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 6 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. രഹസ്യ വിവരത്തെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഉഗ്രശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് സൈക്കിൾ വിതരണം ചെയ്യുന്നതിൻ്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അധ്യക്ഷനായി. 350 ഇലക്ട്രിക് സൈക്കിളുകളുടെ ജില്ലാതല വിതരണോദ്ഘാടനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. വയസ്സിൽ താഴെയുള്ള സ്ത്രീ സംരംഭകർക്കാണ് ഈ വാഹനം കൊടുക്കുന്നത്. ഇതിന്റെ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് കാർബൺ എമിഷൻ കുറയ്ക്കുക എന്നതാണ്. നെറ്റ് സീറോ എമിഷൻ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സൈക്കിളുകൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പെട്രോളോ ഡീസലോ ഒക്കെ പോലുള്ള ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ കാർബൺ പുറന്തള്ളും, കാർബൺ ഡയോക്സൈഡ് വലിയ അളവിൽ പുറന്തള്ളും. അത് പരിസ്ഥിതിക്ക് ദോഷമാണ്, അതുപോലെ തന്നെ ആഗോളതാപനത്തിലേക്ക് നയിക്കുന്നതെന്നൊക്കെ എല്ലാ സാധാരണക്കാർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അത് ഒഴിവാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സൈക്കിൾ മാത്രമല്ല, കാറും ബസ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി 100-ലധികം ഇലക്ട്രിക് ബസ്സുകളാണ് കോർപ്പറേഷൻ നിരത്തിലിറക്കിയത്. കൊച്ചിയിൽ അത് ചെയ്യാൻ പോകുന്നു. അപ്പം അതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഏറ്റവും വലിയ പ്രയോജനം നമ്മുടെ സംരംഭകരെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തവണ ചാർജ് ചെയ്താൽ 40 കിലോമീറ്റർ സൈക്കിൾ ഓടിക്കാൻ പറ്റും. അരമണിക്കൂർ ചാർജ് ചെയ്താൽ മതി. ഒരു തവണ ചാർജ് ചെയ്യുമ്പോൾ വരുന്ന ചെലവ് 3.5 രൂപയാണ്. 3.5 രൂപ. വാഹനത്തിന്റെ തേയ്മാനം അടക്കം കിലോമീറ്ററിന് 28 പൈസയാണ്. 2050 നെറ്റ് സീറോ എമിഷൻ കാർബൺ ന്യൂട്രൽ കേരളം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ഊർജ സംരക്ഷണത്തിനും കുടുംബശ്രീ അംഗങ്ങളായ വനിതകളുടെ സംരംഭകത്വ വികസനത്തിനും യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനും വേണ്ടി തദ്ദേശ സ്വയംഭരണ ഊർജ വകുപ്പുകളും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ സൈക്കിളുകൾ വിതരണം ചെയ്തത്. 40,000 രൂപ വിലമതിക്കുന്ന സൈക്കിൾ 3,000 രൂപ ഉപഭോക്തൃ വിഹിതം വാങ്ങിയാണ് കുടുംബശ്രീ പ്രവർത്തകർക്ക് നൽകിയത്. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, LSTD സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ C. നവീൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK സുരേഷ് ബാബു, UP ശോഭ, NV ശ്രീജിനി, T. സരള, തോമസ് വക്കത്താനം, സുഭാഷ് ബാബു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PP വിനീഷ്, കണ്ണൂർ കോർപ്പറേഷൻ CDS ചെയർപേഴ്സൺ V. ജ്യോതിലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ MV ജയൻ സ്വാഗതവും കുടുംബശ്രീ ജില്ലാ മിഷൻ DPM KN നയിൽ നന്ദിയും പറഞ്ഞു. രണ്ടു മാസത്തിലേറെയായിട്ടും തലശ്ശേരി ലോഗൻസ് റോഡ് നവീകരണം പൂർത്തിയാക്കാനാവാത്തതിൽ പ്രതിഷേധവുമായി വ്യാപാരി സംഘടന രംഗത്ത്. നവീകരണം കൂടുതൽ തൊഴിലാളികളെ നിയോഗിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർവഹിച്ച് പൂർത്തിയാക്കണമെന്നും ഇനിയും താമസിച്ചാൽ ഇതര കച്ചവട സംഘടനകളുമായി ആലോചിച്ച് സംയുക്ത സഹനസമരം ആരംഭിക്കുമെന്നും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതുകൊണ്ട് വളരെയധികം ഉത്തരമലബാറിന്റെ സാംസ്കാരിക കേന്ദ്രം എന്നറിയപ്പെടുന്ന പൈതൃക നഗരിയായ തലശ്ശേരിയുടെ വികസനത്തിന്
എതിര് നിൽക്കാത്ത രൂപമായ വ്യാപാരികൾ. ഞങ്ങൾ ഇതുവരെ ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അത് ഇന്നും ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെയും അതിന്റെ കോൺക്രീറ്റ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പൊ ഇനിയെങ്കിലും താമസം വൈകാതെ, ഞങ്ങൾ ക്ഷമ പരിശോധിക്കാതെ, ഞങ്ങൾ വലിയൊരു സമര പരിപാടിയിലേക്ക് പോകാൻ നിർബന്ധിക്കാതെ, ഇതിന്റെ യുദ്ധകാലാടിസ്ഥാനത്തിൽ രാവും പകലും ഇതിന്റെ പണിയെടുത്ത് 4-5 ആളുകളാണ് ഇപ്പൊ കട്ട വിരിക്കുന്ന സ്ഥലത്ത് കാണുന്നത്. കൂടുതൽ ആളുകളെ ആക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. 1 മാസത്തിനകം പണി തീർത്ത് തുറന്നു നൽകാമെന്ന ഉറപ്പിലാണ് ലോഗൻസ് റോഡിൽ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും പൂർത്തിയാവാത്ത സ്ഥിതിയാണുള്ളത്. ഏറെ ശോചനീയമാണ് ലോഗൻസ് റോഡിലെ കച്ചവടക്കാരുടെ അവസ്ഥയെന്ന് ജനറൽ സെക്രട്ടറി CC വർഗീസ് പറഞ്ഞു. ചെറുകിട ഇടത്തരം കച്ചവടക്കാരിൽ പലർക്കും കടകളുടെ വാടക പോലും കൃത്യമായി നൽകാൻ കഴിയുന്നില്ല. സാധനങ്ങൾ വാങ്ങാൻ ആളുകൾ എത്താത്തതിനെ തുടർന്ന് ഏതാനും കടകൾ പൂട്ടി. ഇരുചക്ര വാഹനങ്ങൾ പോലും കടയുടെ മുൻപിൽ നിർത്തിയിടാൻ പോലീസ് അനുവദിക്കുന്നില്ല. സ്ഥലം MLA കൂടിയായ സ്പീക്കറുടെയും നഗരസഭാ അധികാരികളുടെയും ശ്രദ്ധയിൽ ഒട്ടേറെ തവണ പെടുത്തിയെങ്കിലും പരിഹാരം ഇതേവരെ ഉണ്ടായിട്ടില്ലെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. 2 ആളാണ് അവർ സൈറ്റ് വർക്കിൽ വർക്ക് ചെയ്യുന്നത്. 2 ആള് ഇങ്ങനെ കുറച്ച് കല്ലെടുത്ത് വെക്കുക, എന്നിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് നമ്മളെ നാട്ടുകാരെ നടന്നു പോകുമ്പോൾ വെള്ളത്തിൽ ആ ഓവിൽ വീണ് അങ്ങനെയുള്ള ഒരുപാട് വ്യാപാരികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും പ്രായമുള്ള ആളുകളൊക്കെ. ഇത് മുനിസിപ്പാലിറ്റിൻ്റെ ശ്രദ്ധയിലും നമ്മുടെ MLAയുടെ ശ്രദ്ധയിലും ഒക്കെ പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് സംഗതി സ്പീഡായിട്ടില്ല. അതിൽ രണ്ടാമതൊരു ഘടകം എന്താ വെച്ചാൽ വേറെ ഇടുന്നോ എടുത്തുകൊണ്ടാകുന്ന ഇന്റർലോക്കാണ് ഇപ്പോൾ അവിടെ പിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇത് പിന്നെ രണ്ടാമത് ഇളകി ഇത് നിങ്ങൾക്കറിയാലോ, ഇന്റർലോക്ക് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചൊരു സാധനം വേറെ സ്ഥലത്ത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഡിഫക്റ്റ് ഉണ്ട്. അതും തലശ്ശേരിയിലെ വളരെ പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു റോഡിന്റെ ഭാഗത്താണ് ഇത് ഉപയോഗിക്കുന്നത്. വേറെ എവിടെയെങ്കിലാണെങ്കിലും ഇപ്പോൾ തിരക്കില്ല. അതൊന്ന് അതിനെ വിലയിരുത്തിക്കൊണ്ട് അത് മാറ്റേണ്ടതാണെങ്കിൽ അത് മാറ്റി പ്രസ്താവിക്കണം എന്നാണ് പറയാനുള്ളത്. വാർത്താ സമ്മേളനത്തിൽ VK ജവാദ് അഹമ്മദ്, KN പ്രസാദ്, PK നിസാർ, PV നൂറുദ്ദീൻ, രമേശ് ബാബു, റാഫി ഹാജി, നിസാർ, MB ഇർഷാദ്, ആഷിഖ് എന്നിവർ പങ്കെടുത്തു. കണ്ണൂരിൽ വീട്ടിനകത്ത് കളിപ്പാട്ടത്തിനിടയിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടി. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. വീട്ടിനകത്ത് സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഒടുവിലിത കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ പോലും വിഷപ്പാമ്പുകൾ പതിയിരിക്കുകയാണ്. ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിൽ നിന്നും തിങ്കളാഴ്ച രാത്രിയാണ് 8 അടി നീളമുള്ള രാജവെമ്പാലിയെ പിടികൂടിയത്. ശബ്ദം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ നോക്കിയപ്പോഴാണ് ശ്രീജിത്തിന്റെ മകൻ കളിക്കുന്ന ടോയ് കാറിന്റെ അടിയിൽ പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂവർ ബിജിലേഷ് കോടിയേരിത്തി പാമ്പിനെ പിടികൂടി. മഴക്കാലമായതിനാൽ പാമ്പുകൾ കൂടുതലായി വീടുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും വനം വകുപ്പ് അറിയിച്ചു. മോൻ തോമസ് തൈത്തോട്ടം രചിച്ച മദ്യത്തിനെതിരെ മഹാമതിൽ 1000 ശാന്തിഗ്രാമങ്ങൾ എന്ന പുസ്തകം വ്യാഴാഴ്ച പ്രകാശനം ചെയ്യും. ഫാദർ തോമസ് തൈത്തോട്ടം സ്വയപ്രയത്നത്താൽ പടുത്തുയർത്തിയ പൊന്നം നായനാർ റോഡിലെ പ്രതീക്ഷ മദ്യപാന ചികിത്സാ കേന്ദ്രത്തിൽ വൈകിട്ട് 3-ന് തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോസഫ് പാംബ്ലാനി പുസ്തക പ്രകാശനം ചെയ്യുമെന്ന് സ്നേഹക്കൂട്ടായ്മ ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് വരും തലമുറകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം അദ്ദേഹം ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യർക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും അദ്ദേഹത്തിന്റെ എല്ലാ രീതികളെല്ലാം തന്നെ ഒരു പാഠപുസ്തകമായി തീർന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് തോമസ് തൈത്തോട്ടം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുസ്തകം എഴുതിയിരിക്കുകയാണ്. അത് ബുക്കിന്റെ ടൈറ്റിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് നടക്കുന്നത്. അത് നമ്മൾ ഈ അടുത്ത വ്യാഴാഴ്ച മറ്റന്നാൾ 3-ാം തീയതി അദ്ദേഹം തന്നെ നിർമ്മിച്ച അദ്ദേഹത്തിന്റെ ആസ്ഥാനമായിട്ടുള്ള ഈ പറയപ്പെടുന്ന പ്രതീക്ഷ, പൊന്നിയത്തുള്ള പ്രതീക്ഷ, അവിടെയാണ് വെച്ചാൽ നടക്കുന്നത്. അപ്പോൾ അത് വൈകുന്നേരം 3 മണിയാണ് സമയം. അത് ബുക്ക് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അഭിവന്യ മെത്രാപ്പോലീത്ത പാംബ്ലാനി പിതാവാണ്, ജോസഫ് പാംബ്ലാനി പിതാവാണ്. തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്തയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പുസ്തകം ഏറ്റുവാങ്ങും. മുഖ്യപ്രഭാഷണവും MLA നിർവഹിക്കും.
തോമസ് തൈത്തോട്ടത്തിനൊപ്പം പ്രവർത്തിച്ച KCBC മധ്യവിരുദ്ധ സമിതി മുക്തിശ്രീ തുടങ്ങിയ സംഘടനാ ഭാരവാഹികളുടെ കൂട്ടായ്മയാണ് പുസ്തകം തയ്യാറാക്കിയത്. തൈത്തോട്ടം പിതാവിനെ അടുത്തറിയുന്ന 15ഓളം പേരുടെ രചനകൾ 226 പേജ് വരുന്ന പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിന്റെ ഓരോ വശം 114 പേജുകളിൽ പ്രതിബദ്ധതയുടെ പ്രതീകവും മറുഭാഗത്ത് 112 പേജുകളിൽ 1000 ശാന്തിഗ്രാമങ്ങളുടെ ഉള്ളടക്കവുമാണുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജോസ്ലെറ്റ് മാത്യു, സാബു ജേക്കബ് ചിറ്റേത്ത്, ആന്റണി മെൽവട്ടം എന്നിവർ പങ്കെടുത്തു. 100 ദിവസം പിന്നിട്ട് വടക്കുംപാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് അക്കാദമിക്ക് കീഴിലെ സൂംബ ക്യാമ്പ്. ഇതിൻ്റെ ഭാഗമായി നടന്ന ആഘോഷ പരിപാടികൾ മുൻ എക്സൈസ് കമ്മീഷണറും ടെലി ഫിറ്റ്നസ് സ്ഥാപകനുമായ സുരേഷ് PK ഉദ്ഘാടനം ചെയ്തു. മുൻ എക്സൈസ് കമ്മീഷണറും ടെലി ഫിറ്റ്നസ് സ്ഥാപകനുമായ PK സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ റിട്ടയർമെന്റിന് ശേഷവും ഞാൻ നേരത്തെ പറഞ്ഞ തലശ്ശേരി സ്റ്റേഡിയം വളരെ നവീകരിക്കപ്പെട്ടു. അപ്പം അവിടെ രാവിലെ എക്സസൈസ് ചെയ്യുന്നു. സൂംബ കോർഡിനേറ്റർ PV ഷീലാബായ് അധ്യക്ഷയായി. സൂംബ ഫാമിലിയിലെ പരീക്ഷാ ഉന്നത വിജയികൾക്കുള്ള അനുമോദനം രാജൻ പാലോറാൻ ഉദ്ഘാടനം ചെയ്തു. A. വിനയകുമാർ, C. രമ, നാഷിഫ് അലിമിയാൻ, രമ്യ ബിജു, ജോഷിത, സതി കലാകൃഷ്ണൻ, സ്മൈലി പ്രശാന്ത്, ഹസിത ബിജോയ് എന്നിവർ സംസാരിച്ചു. രജിഷ, രമിത്, ഷീന ജിതേഷ്, വിബിത സന്ദീപ്, ആഷിത സലാഹുദ്ദീൻ, ലീന എന്നിവർ മൊമെന്റോ വിതരണം ചെയ്തു. സൂംബ പ്രദർശനം, കലാപരിപാടികൾ, ഫൺ ഗെയിംസ്, വടംവലി എന്നിവയും നടന്നു. പരിപാടിക്ക് PM സംഗീത, രമിത് C, ജിഷിൻ, സുനിൽ, ജീവരാജ്, വിനയകുമാർ, റംഷീദ ഫാസിൽ, റീന മുന്ന എന്നിവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. ടു നോ മോർ, കോൺടാക്ട് us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom ഫിനാൻസ്, BCom കോർപ്പറേഷൻ, BA ഇംഗ്ലീഷ്. ന്യൂലി ആഡഡ് കോഴ്സസ്: BCA, BCom ലോജിസ്റ്റിക്സ്. ആഡ്-ഓൺ കോഴ്സസ്: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ.
ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായി വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള മൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്കാകെ വേറിട്ട അനുഭവമായി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഒരുക്കിയാണ് സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിൽ നടന്ന സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പുതുമയാർന്ന അനുഭവമായി. സമ്പൂർണ്ണമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഫാസിൽ ഹർഷ് ടെലിവിഷൻ, റിഫ ഫാത്തിമ ക്ലോക്ക്, ഷഹർബാന ഫാൻ, സിയാൻ കസേര, ശ്രീഹരി ബക്കറ്റ്, ഉജ്ജ്വൽ ബൾബ് ചിഹ്നങ്ങളിലാണ് മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് വേറിട്ട അനുഭവമായിരുന്നെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. ഇക്കൊല്ലത്തെ ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായാണ് ഞാൻ ലീഡർഷിപ്പ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാ ക്ലാസ്സുകളിലും കയറി ഇറങ്ങി പ്രചരണം നടത്തി. പ്രചരണം മുതൽ വോട്ടെടുപ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. നമ്മൾ ആദ്യമായിട്ടാണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ആദ്യം നോമിനേഷൻ, പിന്നെ വോട്ടെടുപ്പ്, പ്രചരണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. നമ്മൾക്ക് ഒരു ജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട്, അത് നമുക്ക് കാത്തിരിക്കാം. ഈ കൊല്ലത്തെ വോട്ട് തിരഞ്ഞെടുപ്പിൽ ഞാനും പങ്കെടുക്കുന്നുണ്ട്. എൻ്റെ ചിഹ്നം എല്ലാവർക്കും മൂല്യമായ ഒരു സാധനമാണ്, സമയം. എല്ലാവരും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ ഞാൻ ഈ സ്കൂൾ സ്നേഹപൂർവ്വം കൊണ്ടു നടക്കുന്നതാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് എനിക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വോട്ടിംഗ് മെഷീനിലൂടെ എല്ലാ ക്ലാസ്സിലും കയറി ഇറങ്ങി ഞങ്ങൾ വളരെ മനോഹരമായി വോട്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞെടുത്തു.
പത്രികാ സമർപ്പണം, പ്രചരണം, മൗനപ്രചരണം, പോസ്റ്റർ ഒരുക്കം തുടങ്ങി പൊതു തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടുത്തി. കുട്ടികൾക്ക് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ നേരിലറിയാനും അനുസരണവും സംഘാടനശേഷിയും വികസിപ്പിക്കാനും അവസരമായിരുന്നു ഈ പ്രവർത്തനമെന്ന് അധ്യാപകർ പറഞ്ഞു. നമ്മുടെ വിദ്യാലയമായ ചെണ്ടയാട് സരസ്വതി UP സ്കൂളിൽ നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ എല്ലാ ബാലപാഠങ്ങളും കുട്ടികളെ മനസ്സിലാക്കണം എന്നുള്ള വിധത്തിലാണ് നമ്മുടെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി ലീഡർ തിരഞ്ഞെടുപ്പും സജ്ജീകരിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് വോട്ടിംഗ് മെഷീനെ പറ്റിയും എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ജനാധിപത്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, പേര് നിർദ്ദേശിക്കൽ, അതുപോലെ തന്നെ പ്രചരണം, എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ട് ഇന്ന് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കുട്ടികൾക്ക് വെറും വാശിയുമുണ്ട്. എന്നാലും നല്ല രീതിയിൽ ജനാധിപത്യ ബോധം കുട്ടികൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകന്മാരെല്ലാം വളരെ രീതിയിൽ തന്നെ എല്ലാവിധ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക്. ഓരോ സ്ഥാനാർത്ഥിയും ആവേശകരമായ രീതിയിലാണ് അവരുടെ പ്രചരണം നടത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചത് തെരഞ്ഞെടുപ്പിന് സാങ്കേതിക മികവും കാര്യക്ഷമതയും നൽകുകയും ചെയ്തു. മികച്ച രീതിയിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികളിൽ നേതൃഗുണങ്ങൾ വളർത്താനും തുല്യമായ മത്സരഭാവം ഉറപ്പാക്കാനും വഴിയൊരുക്കി. തെരഞ്ഞെടുപ്പിലെ മത്സരഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA കൂത്തുപറമ്പ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാനൂർ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. KSSPA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന കരിദിനാചരണത്തിന്റെ ഭാഗമായായിരുന്നു ധർണാ സമരം സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് K. കൃഷ്ണൻ മാസ്റ്റർ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഒരു ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ ഒരു പെൻഷൻ പരിഷ്കരണവും നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ടും അത്തരത്തിലൊരു ശമ്പള പരിഷ്കരണം നടത്താനോ ഒരു പെൻഷൻ പരിഷ്കരണം നടത്താനോ ഈ സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് KSSPയുടെ മുഴുവൻ പ്രവർത്തകന്മാരും ഇത്തരത്തിൽ ട്രഷറികൾക്ക് മുന്നിൽ ഒരു ധർണാ സമരവുമായി നമ്മളിവിടെ എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണ ചിലപ്പോഴേ നമുക്ക് നേരത്തെ തന്നെ ഒരു കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ അതിന്റെ ഡ്യൂ ഡേറ്റിന് ശേഷം റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒരു വർഷം കഴിഞ്ഞൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് പിൽക്കാല പ്രാബല്യത്തോടുകൂടി നമ്മൾ നടപ്പിലാക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് ഈ സർക്കാർ ആലോചിക്കാൻ പോലും തയ്യാറാവാത്ത ഒരവസ്ഥയിലാണ്. സർവീസ് പെൻഷൻകാർക്ക് 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിക്കാത്തതിലും കുടിശ്ശികയായ 18% ക്ഷമാശ്വാസ വിതരണം ചെയ്യാത്തതിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പദ്ധതിയുടെ പേരിൽ പെൻഷനിൽ നിന്നും തുക ഈടാക്കിയിട്ടും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പാനൂർ സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണാ സമരവും നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് K. സുധാകരൻ അധ്യക്ഷനായി. ഗീതാ കൊമ്മേരി, A. രവീന്ദ്രൻ, VP സുകുമാരൻ, C. പുരുഷ മാസ്റ്റർ, A. അനിൽകുമാർ, K. അശോകൻ, K. സുനിൽകുമാർ, TK അശോകൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. PV മാധവൻ നമ്പ്യാർ സ്വാഗതവും KK ദിനേശൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ആഘോഷിച്ചു. ചടങ്ങിൽ ഡോക്ടർമാരായ പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ഷൊർണൂർ PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ CK ശ്രീജിൻ, തലശ്ശേരി ജനറൽ ഹോസ്പിറ്റൽ RMO ഫോറൻസിക് സർജൻ ഡോക്ടർ ജിതിൻ VS, പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അശ്വതി ഭരത് എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു. വിദ്യാർത്ഥികളായ മാനവ് കൃഷ്ണ, OK ദേവദർശ് എന്നിവർ ചടങ്ങിൽ ഡോക്ടർമാർക്ക് ഛായാചിത്രം സമ്മാനമായി നൽകി. സയൻസ് ക്ലബ്, പരിസ്ഥിതി ക്ലബ്, സ്കൂൾ സോഷ്യൽ സർവീസ് വിദ്യാർത്ഥികൾക്ക് ആയുർവേദ, ഫോറൻസിക്, പാത്തോളജി മേഖലയിലുള്ള വിവിധ വിഷയങ്ങളിലൂന്നി ക്ലാസുകൾ നൽകി. പ്രിൻസിപ്പൽ K. അനിൽകുമാർ അധ്യക്ഷനായി.
സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് പി അരവിന്ദൻ മാസ്റ്റർ ഡോക്ടർമാരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി പി വിജിത് മാസ്റ്റർ, ഭരതൻ മാസ്റ്റർ, SRG കൺവീനർ KP സുലീഷ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ യൂസഫ് ഒതയോത്ത് സ്വാഗതവും സയൻസ് ക്ലബ് കൺവീനർ MG സനീഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദ്യാലയത്തിന്റെ ഏറ്റവും അഭിമാന ഭാജകങ്ങളാണ് എന്നിവ സൂചിപ്പിക്കട്ടെ. കാരണം ഇന്ന് കാണുന്ന ഈ രാജീവ് ഗാന്ധിയുടെ പ്രൗഢിയും സൗകര്യങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് ഏറെ പരിമിതികളും പ്രയാസങ്ങളും അനുഭവിച്ച് കുറഞ്ഞ വിദ്യാർത്ഥികളും കുറഞ്ഞ അധ്യാപകരുമായി ഒരു നല്ല അക്കാദമിക നേട്ടം ഉണ്ടാക്കിയെടുത്ത് ഈ വിദ്യാലയത്തിന്റെ ഈ യശസ്സിനെ വൻതൂരാക്കി മാറ്റിയ ഇവരെ നമുക്ക് എന്നും അഭിമാനപൂർവ്വം ഓർമ്മിക്കാൻ കഴിയുന്നതാണ്. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക നഴ്സറി ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ചെണ്ടുമല്ലി കൃഷി നടീൽ ഉദ്ഘാടനം ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ നിർവഹിച്ചു. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ചാണ്. നമ്മുടെ സ്വന്തം നാട്ടിലുള്ള കതിരൂർ സർവീസ് ബാങ്ക് ഇന്ന് ഇന്ത്യ തന്നെ സ്വന്തമാക്കിയ ഒരു രീതിയിലേക്ക് മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ ഒരു ബാങ്കിന് എത്രമാത്രം ജനഹൃദയങ്ങളിൽ പല വഴികൾ ഉപയോഗിച്ച് കടന്നു ചെല്ലാൻ സാധിക്കുന്നതിൻ്റെ ഒരു പരീക്ഷണശാലയും കൂടിയാണ് കതിരൂർ ബാങ്ക്. വേണമെങ്കിൽ അരമണിക്കൂർ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, തൊട്ടതെല്ലാം ജനങ്ങളുടെ സ്വീകാര്യത ലഭിക്കുന്ന ഒട്ടേറെ പരിപാടികളായി മുമ്പോട്ട് പോകുന്ന കതിരൂർ ബാങ്ക് തന്നെയാണ്. ഇത്തരമൊരു പുതിയ സംരംഭം, വളരെ ശ്രദ്ധേയമായ ഒരു സംരംഭത്തിനും മുമ്പോട്ട് വന്നിരിക്കുന്നത് എന്നത് വളരെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുകയാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ചെണ്ടുമല്ലിയെക്കുറിച്ചാണ്. സാങ്കേതികമായി പറയാൻ ഞാൻ ആരുമില്ല, പക്ഷേ ചെണ്ടുമല്ലി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓണക്കാലാണ് ഓർമ്മ വരിക അല്ലേ? പൂക്കളത്തിൽ എന്ത് വേണം? ചെണ്ടുമല്ലി. ഇപ്പൊ കല്യാണത്തിന് സാമ്പാറില്ലെങ്കിൽ ഒരു സദ്യ ഇല്ലായിരുന്നു. എത്ര വയസ്സുണ്ടായാലും എത്ര രസകരമായ മറ്റു വിഭവം ഉണ്ടായാലും സാമ്പാർ വളരെ പ്രധാനമാണ്. ഇതുപോലെ നമ്മളിനം പരമ്പരാഗതമായി പൂക്കളങ്ങളിൽ ചെണ്ടുമല്ലിയാണ് ഏറ്റവും സുന്ദരിയും വർണ്ണ കാഴ്ചകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ വർഷങ്ങളായി നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഈ റോഡിലൂടെയാണ് പലപ്പോഴും പോകുന്നുണ്ടാവുക. മൈസൂരിലുള്ള വിശാലമായ പൂന്തോട്ടത്തിൽ മാരകമായ വിഷമുള്ള തളിച്ച ഇലകളെല്ലാം വാടിക്കൊഴിഞ്ഞ് ജീവനിൽ ഇലകളുള്ള ചെണ്ടുമല്ലിപ്പൂവാണ് നമ്മുടെ മുറ്റത്ത് പൂക്കളം തീർക്കുക. ഇത് വളരെ ശപിക്കുന്ന വാക്കുകൊണ്ട് നമ്മളെല്ലാവരും പറയാറുണ്ട്. പക്ഷെ ബദല് നമ്മൾ ആരും കണ്ടുപിടിക്കാറില്ല, അല്ലെങ്കിൽ കണ്ടുപിടിച്ചാലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. ഓണത്തിന് വിളവെടുക്കുന്ന രീതിയിലാണ് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയത്. ബിന്ദുശ്രീ, P അജിത്, KK പ്രിയ, RM ഷീബ, P സുരേഷ് ബാബു, അനിൽ എന്നിവർ പങ്കെടുത്തു. ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ ഔഷധ സസ്യോദ്യാനത്തിന്റെ ഉദ്ഘാടനവും നടന്നു. കൂത്തുപറമ്പ് വൈസ്മെൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടേഴ്സ് ഡേ ദിനാചരണം സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് തുക്കിലങ്ങാടിയിലെ ക്രിസ്തുരാജ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ റീന മാത്യുവിനെ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചു. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ റീന മാത്യുവിനെ ക്ലബ്ബ് പ്രസിഡന്റ് C വിശ്വനാഥൻ മൊമെന്റോ നൽകി ആദരിച്ചു.
ക്ലബ്ബ് വനിതാ വിഭാഗം പ്രസിഡന്റ് റീജ സനിൽ ഷാൾ അണിയിച്ചു. എല്ലാ വർഷവും ജൂലൈ 1-ാം തീയതി നമ്മളിവിടെ രാജ്യത്ത് ഡോക്ടേഴ്സ് ദിനം ആചരിക്കുകയാണ്. നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ PC റോയിയുടെ ജന്മദിനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഒട്ടാകെ ഈ ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഓരോ വർഷവും ഓരോ തീമുകൾ നമ്മൾ ഇതിലുണ്ട്. തീർച്ചയായും നമുക്കറിയാം, ഇവിടെ കൂത്തുപറമ്പിൽ നമ്മുടെ വൈസ്മസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാമൂഹ്യ സേവന പരിപാടികൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ക്ലബ്ബ് ട്രഷറർ AB വിനോദ് സ്വാഗതവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സിൻസി നന്ദിയും പറഞ്ഞു. നിയുക്ത ഡിസ്ട്രിക്ട് ഫോർ ഗവർണർ സനിൽകുമാർ KP, A രമേശ്, C തിലകൻ, AK ശശിധരൻ, പ്രസീജ വിനോദ്, ജോസഫ് നിർമ്മലഗിരി, ധന്യ സുരാജ്, ശശിന ഷിബി എന്നിവർ സംസാരിച്ചു. ഇവിടെ വന്ന് നിങ്ങൾ ആദരിക്കുകയും എന്നോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിച്ചതിൽ ഒത്തിരി നന്ദി. വീണ്ടും ഇങ്ങനെ ഈ നാടിന് വേണ്ടി പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നല്ലത് ചെയ്യുവാനായിട്ട് ദൈവം കൂടുതൽ ശക്തി തരാനായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്നിൽ വഴി എന്തെങ്കിലുമൊക്കെ ഈ നാടിന് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ദൈവം അതിനായിട്ട് വഴിയൊരുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാർത്ത. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
സർവീസ് പെൻഷൻകാർക്ക് 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിക്കാത്തതിലും കുടിശ്ശികയായ 18% ക്ഷമാശ്വാസ വിതരണം ചെയ്യാത്തതിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ് പദ്ധതിയുടെ പേരിൽ പെൻഷനിൽ നിന്നും തുക ഈടാക്കിയിട്ടും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം PK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉള്ളിൽ അമർഷം ഒതുക്കിക്കൊണ്ട് ഇന്ന് ഈ ട്രഷറിയിൽ പെൻഷൻ വാങ്ങാൻ വന്ന എൻ്റെ പ്രിയമുള്ള പെൻഷൻ സുഹൃത്തുക്കൾ, മറ്റ് നല്ലവരായ നാട്ടുകാരെ, സ്വാഗത ഭാഷകനും അതുപോലെ അധ്യക്ഷനും, ഇന്ന് ഞങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നതിൻ്റെ കാര്യം വിശദമായി തന്നെ സൂചിപ്പിച്ചു. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കൃഷികൾക്ക് മുന്നിൽ ഇതുപോലുള്ള പ്രതിഷേധ പ്രകടനം നടക്കുക. കേരളത്തിലെ പെൻഷൻകാർ ഈ ജൂലൈ 1 കാണുന്നത് നമുക്കറിയാലോ. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ജീവനക്കാരോടും അതുപോലെ പെൻഷൻകാരോടും കാണിക്കുന്ന നിഷേധാത്മക നിലപാട് അത് അനുഭവിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. ജീവനക്കാരോടും പെൻഷൻകാരോടും സാധാരണ ജനങ്ങളോടും യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത, എങ്ങനെയും അധികാരത്തിൽ കടിച്ചു തൂങ്ങണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം, എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം നല്ലത് വരണം, എൻ്റെ കൂടെ ഉള്ള മന്ത്രിമാർക്കും അവരുടെ പേഴ്സണൽ സ്റ്റാഫിനും, എനിക്ക് ഓശാന പാടുന്ന ജീവനക്കാർക്കും സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കുൾപ്പെടെ, അതുപോലെ തന്നെ ഞാൻ സ്ഥാനത്ത് വെച്ച ഉന്നത സ്ഥാനീയരായ ഉദ്യോഗസ്ഥന്മാർക്ക് വാരിക്കോരി കൊടുക്കാനും മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ കേരള സംസ്ഥാനത്തെ ഖജനാവ് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെതിരായി ശക്തമായി പ്രതിഷേധിക്കലാണ് പെൻഷൻകാർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത്. തലശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് PV വത്സലൻ മാസ്റ്റർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം PV ബാലകൃഷ്ണൻ, സംസ്ഥാന കൗൺസിലർമാരായ KK നാരായണൻ മാസ്റ്റർ, K പ്രഭാകരൻ, M സോമനാഥൻ, KK രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം P സതി ടീച്ചർ, VP മോഹനൻ, സെക്രട്ടറി CP അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് K രാമചന്ദ്രൻ മാസ്റ്റർ, T ദിനേശൻ എന്നിവർ സംസാരിച്ചു. KM പവിത്രൻ മാസ്റ്റർ, PN പങ്കജാക്ഷൻ, VV രാജീവ് കുമാർ, TP പ്രേമനാഥൻ മാസ്റ്റർ, ജതീന്ദ്രൻ കുന്നോത്ത്, TK സുരേന്ദ്രൻ മാസ്റ്റർ, PM ദിനേശൻ മാസ്റ്റർ, PK ശ്രീധരൻ മാസ്റ്റർ, K വിശ്വനാഥൻ, K വിനോദൻ, VK രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. വടക്കുംപാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്കിന്റെ പരിധിയിൽ നിന്നും SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ SSLC +2 പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചത്. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR വസന്തൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഒന്നാം സ്ഥാനത്തെത്തിക്കുകയല്ല ലക്ഷ്യം. ഓരോ കുട്ടികളുടെയും അന്തർലീനമായ കഴിവുകൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് ആ കഴിവുകളെ അതിന്റെ പരമാവധിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. ചിത്രം വരക്കാൻ അറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നല്ല രീതിയിൽ പരിശീലനം കൊടുത്ത് അതിന് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് കുട്ടിയെ മികച്ച ഒരു ചിത്രകാരനാക്കി മാറ്റുക. പാട്ട് പാടുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ, മറ്റു പല നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനെ. നമ്മളിപ്പോൾ ബാങ്ക് പ്രസിഡന്റ് M പ്രസന്ന ടീച്ചർ അധ്യക്ഷയായി. ഡയറക്ടർമാരായ C മോഹനൻ, പങ്കജാക്ഷൻ, C ഗീത, യൂണിയൻ സെക്രട്ടറി P പ്രകാശൻ, ബാങ്ക് സെക്രട്ടറി KK രേഷ്മ എന്നിവർ സംസാരിച്ചു. അഞ്ചരക്കണ്ടി HSSലെ NCCയുടെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. ചടങ്ങിൽ പുറത്തേക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർമാരെ ആദരിച്ചു. പുറത്തേക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർമാരായ അമർനാഥ് P, ഡോക്ടർ സൈറ ഭാനു CH എന്നിവരെയാണ് ആദരിച്ചത്. പരിപാടിയിൽ ഡെപ്യൂട്ടി പ്രധാനാധ്യാപിക ബീന ലക്ഷ്മണൻ, NCC ഓഫീസർ രചന കൃഷ്ണൻ, സർജന്റ് K ഐനിഹ, വൈഗ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നിയമത്തിന് അനുസൃതമായി പ്രവർത്തിക്കുന്ന നിയമമാണ് DGP നിയമനത്തിലുണ്ടായതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ഇപ്പോഴത്തെ നിയമന വിവാദം ഇടതുപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ള അജണ്ട മാത്രമാണെന്നും KK രാഗേഷ്. കൂത്തുപറമ്പ് മാങ്ങാട്ടിടം ഓയിൽ മില്ലിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും 6 സ്റ്റീൽ ബോംബുകൾ കണ്ടെത്തി. രഹസ്യവിവരത്തെ തുടർന്ന് കൂത്തുപറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് അത്യുഗ്രശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ സൈക്കിൾ വിതരണം ചെയ്യുന്നതിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിൽ നടന്നു. വിതരണം നടത്തിയത് 350-ലേറെ ഈ സൈക്കിളുകൾ. രണ്ടു മാസം കഴിഞ്ഞിട്ടും തലശ്ശേരി ലോഗൻസ് റോഡ് നവീകരണം പൂർത്തിയാക്കാനാവാത്തതിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സമരരംഗത്ത്. കൂടുതൽ തൊഴിലാളികളെ നിയമിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് സമിതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.